ആപ്കി അദാലത്തിൽ ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷത്തിന്റെ നേതാവ് സഞ്ജയ് റാവുത്തിന്റെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം തന്റെ ആശയങ്ങളിൽ നിന്നും പല സമയങ്ങളിൽ കോംപ്രമൈസ് ആകാറുണ്ട്. സഞ്ജയ് സാർ, താങ്കൾ പറഞ്ഞിരുന്നു ബാലാസാറിന്റെ ശിപായി താങ്കളാണെന്ന്. ബാലാസാർ താക്കറെ താങ്കൾക്ക് എന്താണോ പഠിപ്പിച്ചു കൊടുത്തത് അത് താങ്കൾ ഫോളോ ചെയ്യുന്നെന്നും പറഞ്ഞു. പക്ഷേ ഏക്നാഥ് ഷിൻഡെ വീണ്ടും വീണ്ടും പറയുന്നു ബാലാസാർ താക്കറെയുടെ ഐഡിയോളജി ഇല്ലേ, ഹിന്ദുത്വ എന്ന ലക്ഷ്യം, അതിൽ നിന്ന് പിന്നിലേക്ക് പോയതായിട്ട് പറയുന്നു. അതായത് പാർട്ടി വിട്ടിട്ട് പോയെന്ന് പറയുന്നു. ശിവസേനയുടെ ഐഡിയോളജി അത്രയ്ക്കൊക്കെ ഷിൻഡേക്ക് അറിയാവോ? അവരോട് ചോദിച്ചിട്ട് എന്നോട് പറയൂ. അവരോട് ചോദിക്കൂ. ഐഡിയോളജി ഉണ്ടല്ലോ ശിവസേനയിൽ ബാലസാഹബ് താക്കറെയുടെ. അത്തരം കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ആയിട്ടുമില്ല. അദ്ദേഹത്തോട് ചോദിക്കൂ, ഒരു ഉദാഹരണം പറയാൻ പറയൂ. ഞാൻ എപ്പോഴാണ് ഹിന്ദുത്വം വേണ്ടെന്ന് വെച്ചതെന്ന്? അദ്ദേഹമാണ് മെയിൻ ആള്. ഏക്നാഥ് ഷിൻഡെ കത്തിക്കേറുകയായിരുന്നു. ഇല്ലില്ല, പറ്റില്ല, നമ്മൾ BJPയോടെ ചേരാൻ പറ്റില്ല, അലയൻസിനെ വേണ്ടെന്ന് പറഞ്ഞത് ആരാ? എന്തിന്? കൂടെ കൂടെ ഇതേ കാര്യം നെഗറ്റീവായി പറഞ്ഞില്ലേ? അപ്പൊ ആ ഐഡിയോളജിയെ കുറിച്ചൊന്നും എന്റെ അടുത്ത് പറയാനേ പാടില്ലായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഒരു വിശ്വാസവഞ്ചകനാണ്. അതെ, വിശ്വാസവഞ്ചനക്കാരൻ തന്നെ. വഞ്ചകനാണല്ലോ. വഞ്ചകനെ വഞ്ചകൻ എന്നല്ലാതെ നല്ലവനെന്ന് പറയാൻ പറ്റും. ചില സമയത്ത് ദ്രോഹി അല്ലെന്നും പറയുന്നു. ഞങ്ങൾ ഫോളോ ചെയ്യാറുണ്ടെന്നും പറയുന്നു. ഞങ്ങൾ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ താങ്കളാണ് എല്ലാം മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. അതിനുള്ള കഴിവുണ്ടായിരിക്കണം. അതിനൊരു ധൈര്യം തന്നെ വേണം. സത്യത്തെ നേരിടാനുള്ള ധൈര്യം. ജയിലിലേക്ക് പോകാൻ പേടിക്കുന്നവൻ വിശ്വാസിയല്ല, അവൻ പേടിത്തൊണ്ടൻ മാത്രം. നോക്കൂ, അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ബാലാസാർ താക്കറെ ആശയങ്ങളിൽ എങ്ങനെ കോംപ്രമൈസ് ആയോ, എങ്ങനെ ഹിന്ദുത്വ കാര്യങ്ങളിൽ കോംപ്രമൈസ് ആയോ, മുംബൈ ബ്ലാസ്റ്റിന് കാരണമായ ആ തീവ്രവാദി യാക്കോബ് മെമന് തൂക്കുകയറ് കിട്ടി. അതേ വ്യക്തി തൂക്കുകയറിനെതിരായിട്ട് സംസാരിക്കുന്നു. ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിനെ മിനിസ്റ്റർ ആക്കിയിരിക്കുകയാണ്. അത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇപ്പൊ നോക്കുകയാണെങ്കിൽ പാർലമെന്റിൽ പ്രശ്നങ്ങളുണ്ടായില്ലേ? അത് ആരുടെ കുറ്റമാണെന്ന് പറഞ്ഞിട്ടേയില്ല. അവിടെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പോരാടിയതെന്നും എനിക്ക് പറയാനേ പറ്റില്ല. BJPയുടെ കൂടെ ചേർന്ന് ഷിൻഡെയുടെ കൂടെ ഇരിക്കുക, എല്ലാറ്റിനും തലയാട്ടിക്കൊണ്ടിരിക്കുക. വിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം അവർക്കറിയാമോ? എന്നെങ്കിലും അവർക്ക് അറിയുമോ? എന്ത് ഐഡിയോളജിയെക്കുറിച്ചാണ് പറയുന്നത്? ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, പേടിച്ചുപോയി, ഓടിപ്പോയി. അതാണ് അവരുടെ ഐഡിയോളജി. പറയുന്നു ബാലാസാർ താക്കറെയുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വഴി മാറിപ്പോയി. അവർക്കും ബാലസാഹിബ് താക്കറയ്ക്ക് ഒരു സംബന്ധവുമില്ല. അവർക്ക് ബാലസാഹിബിനെ അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ദ്രോഹം ചെയ്യില്ലായിരുന്നു. പക്ഷേ ഒരു ഉദാഹരണം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാലാസാഹബ് താക്കറെ ഒരിക്കലും ആലോചിച്ചിട്ടില്ല കോൺഗ്രസിനൊപ്പം ശിവസേന ഒരിക്കലും അലയൻസ് വയ്ക്കുമെന്ന്. അത് അദ്ദേഹം പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടും. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ആ സമയത്ത് ഷിൻഡെ ഒരുപക്ഷെ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അദ്ദേഹം ഇപ്പോഴല്ലേ കളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ കളിക്കാനായിട്ട്. വേറെന്ത് പറയാനാ, പുതുതായിട്ട് കളിക്കാൻ വന്നതല്ലേ. നമ്മുടെ അവിടെ ഈ കല്യാണ ചെറുക്കനെ എല്ലാം മറച്ചിട്ട് കൊണ്ടുവരില്ലേ? ഇവിടെ അത് തന്നെ. അതാദ്യം എടുത്തു മാറ്റ്. പിന്നെ ഈ കോൺഗ്രസ്സുകാരുടെ കാര്യം. കോൺഗ്രസ് എന്താ അമേരിക്കയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ വന്ന പാർട്ടിയാണോ? അവരുമായിട്ട് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊരു കാര്യം അറിയില്ലായിരുന്നു. ഈ ബാലസാഹേബ് താക്കറെ ഇന്ദിരാഗാന്ധി ഇരിക്കുമ്പോൾ തന്നെ നല്ല ബന്ധമായിരുന്നു. എമർജൻസി പീരീഡിലും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു കാലഘട്ടത്തിൽ ബാരിസ്റ്റർ അന്തോളിയുടെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. പിന്നെ കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ കാൻഡിഡേറ്റ്സിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിർത്താതെ പോയി. അതാണുണ്ടായത്. ഇതൊക്കെ ഒരു ചരിത്രമാണ്. ചില സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് ബാലാസാഹിബ് പറഞ്ഞത് രാജ്യം രണ്ടായിട്ട് പിരിയാൻ കാരണം തന്നെ കോൺഗ്രസ് ആണെന്നാണ്. ബാലാസാഹിബ് പറഞ്ഞത് സത്യമാണ്. പക്ഷേ രാഷ്ട്രീയ നിലപാടുകൾ മാറിക്കൊണ്ടേയിരിക്കുമല്ലോ. കാലത്തിനനുസരിച്ച് അത് മാറുമല്ലോ. രാഹുൽ ഗാന്ധി രാജ്യത്തെ ഒന്നു ചേർക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അവർ ചേരേണ്ട കാര്യമേ ഇല്ല. ഏതെങ്കിലും ഒരു യുവ നേതാവ്, അത് കോൺഗ്രസ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ വേറെ വല്ല പാർട്ടിയുമായിരിക്കാം, ആ യുവ നേതാവ് 4000 കിലോമീറ്റർ നടന്നു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ എണ്ണിയാ തീരാത്തത്ര ജനങ്ങൾ അദ്ദേഹത്തിന്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഒരു എനർജി തരം ഉണ്ടായിട്ടുണ്ട്, ഒരു ഒത്തൊരുമയുണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പുതുശക്തി കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയണം. അത്രയ്ക്ക് എനർജി കിട്ടിയോ? അദ്ദേഹം വീർ സവാർക്കറിനെ പോലും മാഫി വീർ എന്ന് വിളിച്ചു. പിന്നെ അദ്ദേഹം വീർ സവാർക്കറിനെ, അദ്ദേഹം ശിവസേനയുടെ ഐഡിയൽ. ഞങ്ങളും അതിനെക്കുറിച്ച് ഉടനെ അഭിപ്രായം പറഞ്ഞിരുന്നു. നമ്പർ 1, നിങ്ങൾ ഒരുപാട് ഷിൻഡേജിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുക, വീർ സവർക്കറിന് ഭാരതരത്ന കൊടുക്കൂ. 10 വർഷമായി ഞങ്ങൾ ചോദിക്കുക. ഉദ്ധവ് താക്കറെ CM ആയിരിക്കുമ്പോ ഈ ഗവൺമെന്റ് മുഖേനയും അവിടെ പോയിട്ടുണ്ടല്ലോ ഡൽഹിക്ക്.
വീർ സവർക്കർ ഞങ്ങളുടെ ഐഡലാണ്. അവർക്ക് ഭാരതരത്ന അവാർഡ് കൊടുക്കൂ. അത് ചോദിക്കാനുള്ള ധൈര്യം ഷിൻഡേക്കുണ്ടോ? പറയൂ, സവർക്കറെ പറ്റി പറയാൻ പറയൂ. ഞാനിതാ വെല്ലുവിളിക്കുന്നു. സവർക്കർ നമ്മുടെ ഭാഗത്ത് തന്നെയാണുള്ളത്. പക്ഷെ ഏത് സവാക്കറിനെ താങ്കൾ ഐഡിയൽ എന്ന് പറയുന്നോ, ആരെയാണ് താങ്കൾ ബഹുമാനിക്കുന്നത്? അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ബ്രിട്ടീഷുകാരോട് ക്ഷമ ചോദിച്ചു. അങ്ങനെയുള്ള ആളിനോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റുമോ താങ്കൾക്ക്? അതിലൊരു നാണക്കേടും താങ്കൾക്ക് തോന്നിയിട്ടില്ല? ആപത്തുണ്ട്, പക്ഷെ എന്ത് ആപത്തുണ്ടെങ്കിലും അത് നോക്കി നടത്താനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബി.ജെ.പിയോട് വീണ്ടും വീണ്ടും ഇത് പറയുന്നത്, സവർക്കറെ പുകഴ്ത്താൻ. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തന്നെ ഇത് പറഞ്ഞാൽ ഭാരതരത്ന അവാർഡ് അവർക്കും കൊടുക്കാൻ ഞാൻ പറയും, തീർച്ചയായും. പിന്നെ അമിത്ഷയും പറഞ്ഞിരുന്നു താങ്കളുടെ ആശയങ്ങളിൽ വളരെ കോംപ്രമൈസ് ചെയ്തെന്ന്, വൈവിധ്യമാർന്ന ആശയങ്ങളെ താങ്കൾ ആദരിച്ചു എന്നും. അതിന് ഞാൻ മറുപടി തന്നതാണല്ലോ. വീണ്ടും അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. പിന്നെ നിങ്ങളും കാണുന്നുണ്ടല്ലോ നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് ചോദിക്കുന്നതെന്ന്. ആരെയാണ് പിന്തുടരുന്നതെന്ന് ചോദിക്കൂ. കാൽക്കൽ വീണ് ഭരണം പിടിച്ചെടുത്തിരിക്കുകയല്ലേ. അത് ഈ രാജ്യത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്തിട്ടുള്ളതല്ലേ. നോക്കൂ, താങ്കളും അത്ര മോശക്കാരനൊന്നുമല്ല. കാരണം താങ്കളും പലപ്പോഴും ദ്രോഹിന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് അവരെ അമിത്ഷയും നരേന്ദ്രമോദിയും താങ്കൾ ഒരു എടുപിടിയെന്നും വിളിച്ചു. ഞാൻ ഡമ്മീന്ന് പറഞ്ഞില്ലല്ലോ. പാർട്ടിയെ തകർക്കാൻ അവര് തന്നെയല്ലേ കൂട്ടുനിന്നത്, ശരിയല്ലേ? ഈ പാർട്ടി 50 വർഷം മുന്നേ ബാലസാഹബ് താക്കറെയാണ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കൂടി ഒരുപാട് പേർ പാർട്ടി വിട്ടിട്ടുണ്ട്. വലിയ വലിയ ആൾക്കാരെ പോയി. ജഗൻ വിപട്ട് പോയി, നാരായൺ റാണെ പോയി, അതുപോലെ ഒരുപാട് പേര് പോയിട്ടുണ്ട്. പക്ഷേ ആരും ഇതുപോലെ ടോട്ടൽ പാർട്ടിയെ തന്നെ പണയം വെച്ചതിന് തുല്യമല്ലേ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇപ്പൊ അതല്ലേ നടക്കുന്നത്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ബി.ജെ.പിയോടൊപ്പം ഒരു സർക്കാർ ഉണ്ടാക്കിയിട്ട് ആശയങ്ങളെല്ലാം കാറ്റിൽ പറക്കാൻ വിട്ടെന്ന്. അതിന് കാരണം നിങ്ങളും ഉദ്ധവ് താക്കറെയാണ്. ഞാനായിട്ട് ഒരു പ്രശ്നവും ചെയ്തിട്ടില്ല. പ്രശ്നം 2024 ജനങ്ങൾ തന്നെ പറഞ്ഞുകൊള്ളും. എനിക്ക് ഉറപ്പുണ്ട്. എലക്ഷൻ നടത്താൻ പറയൂ. ഇപ്പൊ ഒന്ന് എലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ നോക്കൂ. അത് ലോക്സഭയായാലും ശരി, ഏത് എലക്ഷൻ ആയാലും ശരി. മുംബൈക്ക് മാത്രമായിട്ട് ഒരിക്കലും ഒരു എലക്ഷനെ വെക്കാൻ പോകുന്നില്ല. കുറെ നാളായി അതിനല്ലേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങൾ അവരെ തോൽപ്പിക്കുമെന്നും അവർ ഭയക്കുന്നു. ഇത് വളരെ ക്രിട്ടിക്കലായ പൊസിഷനാണ്. നിങ്ങൾ വേണമെങ്കിൽ അവർക്ക് ഇലക്ഷനുള്ള ചിഹ്നം കൊടുത്തുള്ളൂ. പാർട്ടി താക്കറയുടെ പേരിലല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? താക്കറെ കുടുംബത്തിലുള്ള മറ്റുള്ളവർ, ഒന്ന് ഉദ്ധവ് താക്കറയുടെ കുടുംബം, മറ്റൊന്ന് ബാലാസാഹിബിന് മറ്റൊരു കുടുംബം ഉണ്ടല്ലോ, ജയ്ദേവ്, അദ്ദേഹത്തിന്റെ ഭാര്യ, അവരെന്തിനാണ് ഷിൻഡെയുടെ ഒപ്പം പോയത്? ഒക്കെയോട്ടെ, അവരെ വിട്ടേക്ക്. ഞാൻ എന്റെ പാർട്ടിയെ കുറിച്ചാ പറയുന്നത്, കുടുംബത്തെ കുറിച്ചല്ല പറയുന്നത്. എന്റെ പാർട്ടി ഇപ്പൊ ഇവിടെ കുടുംബത്തിനെ കുറിച്ചല്ലേ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഏത് താക്കറെയാണോ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് അവരെ മാത്രമേ കുടുംബം എന്ന് പറയുള്ളൂ. അപ്പൊ ആ താക്കറെയാണ് താക്കറെ, മറ്റുള്ളവരാരും താക്കറയല്ലേ? അതുപോലെ 50 താക്കറമാരുണ്ടാവും. അതായത് ഈ പറയുന്നത് കേൾക്കൂ, ഈ നാട്ടില് ബാലാസാഹിബിന്റെ മകനും ഈ നാട്ടിൽ 1000 ഗാന്ധിമാരുണ്ടാവും. അവരെല്ലാം മഹാത്മാഗാന്ധി ആയിട്ടുണ്ടോ? ഇവിടെ ഒരുപാട് മോദിമാരുമുണ്ട്. സുശീൽ മോഡിയുണ്ട്, ഇവിടെയും മോഡിയുണ്ട്, വേറെ എത്രയോ മോഡിമാരുണ്ട്. പിന്നെ ബാലാസാഹബ് താക്കറെയുടെ മകനല്ലേ? ആയിക്കോട്ടെ, മകനായതുകൊണ്ട് എന്താ കുഴപ്പം? മകൻ എപ്പോഴും മകൻ തന്നെയല്ലേ. പാർട്ടിയുടെ സേനാധിപതി തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് താക്കറെ കുടുംബത്തിനോടൊപ്പം, അതായത് ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആ കുടുംബത്തിന് പാർട്ടി ആരംഭിച്ചല്ലോ, അവരും കുടുംബമല്ലേ. ആ പാർട്ടി എവിടെയുണ്ട് ഇപ്പോ? ചിലർ അദ്ദേഹത്തിന്റെ കൂടെയും പോയി. രാജ് താക്കറെയും ഒരു നേതാവായിരുന്നു, എന്റെ സ്നേഹിതനായിരുന്നു, എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു വലിയ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ പാർട്ടി ഇന്നെവിടെ? നിങ്ങൾ പറയൂ. അതായത് താങ്കൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. താക്കറെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയും താങ്കൾക്കറിയാം, ഉദ്ധവിനെ കുറിച്ചും എല്ലാം. ഏക്നാഥ് ഷിൻഡെയും താങ്കൾക്കറിയാം, നാരായൺ റാണയെ അറിയാം. സോ ഈ പ്രസന്റ് ഡേറ്റിൽ താങ്കൾ ഏക്നാഥ് ഷിൻഡെയ്ക്ക് എന്ത് ഉപദേശം നൽകും? ഞാനെന്ത് അഡ്വൈസ് ചെയ്യാനാ? അവരുടെ അഡ്വൈസർ ഡൽഹിയിലല്ലേ. ആരുടെ അഡ്വൈസും എടുക്കാനുള്ള അർഹത അവർക്കില്ല. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്നൊരു വാക്ക് വരും, എന്റെ പുറകിൽ ഒരു ശക്തിയുണ്ടെന്ന്, അതും ഡൽഹിയിൽ. എന്നാ പിന്നെ ആ മഹാശക്തിയുടെ അഡ്വൈസ് തന്നെ വാങ്ങിയാ പോരെ. പക്ഷേ ജീവിതത്തിൽ വലിയൊരു പാപമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ പാപം ചെയ്യാതിരുന്നിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരുമായിരുന്നു. ഇതാണ് നിങ്ങൾ, ശിവസേന, ബാലസാഹിബ് താക്കറെ. വേറെ ഒരു കാര്യം അതുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതാരോടും വിലപേശി വാങ്ങിയതല്ലെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ എനിക്കൊരിക്കലും അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, പാർട്ടി വിട്ടിട്ട് പോ. നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ നോക്ക്. നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടേത്, എന്റെ ഇഷ്ടം എന്റേത്. എന്റെ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ,
ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ശരിക്കും ഒരു സിംഹമാണെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ മുഖം കാണിക്കേ, ഇലക്ഷന് നിൽക്ക്. ആദിത്യ താക്കറെ ഒരിക്കൽ പറഞ്ഞതാണല്ലോ, ഞാൻ രാജി കൊടുക്കാമെന്ന്, ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കെന്ന്, നമ്മൾ രണ്ടുപേരും ഇലക്ഷൻ നിന്നു നോക്കാമെന്ന്. അതിനുള്ള ധൈര്യമുണ്ടോ? അപ്പൊ അറിയാം പാലിന്റെയും വെള്ളത്തിന്റെയും തമ്മിലുള്ള വ്യത്യാസം. ശിവസേനയുടെ പവർ അറിയും.